അമേരിക്കൻ തരികിടയിലേക്ക് സ്വാഗതം. ഈ ഷോ കാണുന്ന എല്ലാവർക്കും നന്ദി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിമർശനങ്ങളും അറിയിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് ഞങ്ങൾ ഏറ്റവും വില കൽപ്പിക്കുന്നു. വിമർശനങ്ങൾക്ക് പ്രത്യേകം നന്ദി. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതേണ്ടത് editor@eMalayali.com editor@eMalayali.com. ഇന്ന് ഇന്ത്യയിലും അമേരിക്കയിലുമുള്ള ചില കാര്യങ്ങളെപ്പറ്റി, പൊതുവായ കാര്യങ്ങളെപ്പറ്റിയാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, ഇന്ത്യയെപ്പറ്റി പറയുമ്പോൾ നമുക്കറിയാം, ഈ അടുത്ത കാലത്തായിട്ട് വളരെയേറെ ഉപയോഗിക്കപ്പെടുന്ന ഒരു പദമാണ് രാജ്യദ്രോഹം, രാജ്യദ്രോഹി. അതായത് ഈ സർക്കാരിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള കാര്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ അംഗീകരിക്കാത്തവരൊക്കെ രാജ്യദ്രോഹികളാണ്. അപ്പോൾ ബ്ലാങ്കറ്റ് അങ്ങ് തീരുമാനിച്ചിരിക്കുകയാണ് ബാക്കിയുള്ളവരെല്ലാം. ഇത്രയും കാലം അങ്ങനെ ഒരു പദം നമ്മൾ കേട്ടിട്ടില്ല. സെഡിഷൻ, ഈ രാജ്യം വിട്ടുപോകാനായിട്ട്, രാജ്യത്തിനെതിരായിട്ട് യുദ്ധം ചെയ്യുക, അല്ലെങ്കിൽ രാജ്യത്തിനെതിരായിട്ട് പ്രവർത്തിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചാണ് ആളുകൾക്കെതിരെ ചാർജ് ചെയ്യുന്നത്. ഇനി ഇവർ ചെയ്യുന്ന കുറ്റം എന്താ? എന്തെങ്കിലും പുസ്തകം വായിച്ചെന്നോ, അല്ലെങ്കിൽ പ്രസംഗം നടത്തിയെന്നോ, അല്ലെങ്കിൽ എന്തെങ്കിലും ലേഖനം എഴുതിയെന്നോ, ഇതൊക്കെ പറഞ്ഞതിന്റെ പേരിലാണ് ഈ സെഡിഷൻ അല്ലെ UAPA ഇങ്ങനെയൊക്കെയുള്ള ചാർജുകൾ ചുമത്തുന്നത്. കേരളത്തിൽ നമ്മൾ കണ്ടു, കോഴിക്കോട് നിന്ന് രണ്ട് പിള്ളേര് അവരെന്തോ മാവോയിസ്റ്റ് സാഹിത്യം വായിച്ചെന്നോ കൈവശം വെച്ചെന്നോ, ഇതൊക്കെയാണ് അവരുടെ പേരിലുള്ള കുറ്റം. അതൊക്കെ ഒരു കുറ്റമാണോ? ഏത് വായിക്കാനും എന്ത് വായിക്കാനും ഉള്ള സ്വാതന്ത്ര്യം നമുക്കില്ലേ? അതല്ലേ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. ആകപ്പാടെ കുറ്റം എന്ന് പറയുന്നാൽ നേരെ മറിച്ച് അത് ഉപയോഗിച്ചിട്ട്, ഇത് വായിച്ചു പഠിച്ചിട്ട് രാജ്യത്തിനെതിരെ അല്ലെങ്കിൽ പോലീസിനെതിരെയോ അല്ലെ നാട്ടുകാർക്കെതിരെയോ എന്തെങ്കിലും പ്രവർത്തിച്ചാൽ അത് കുറ്റമായി. വായിക്കുന്നു അല്ലെ അറിവ് നേടുന്നു, ഏതെങ്കിലും തരത്തിലുള്ള അറിവ് നേടുന്നു എന്ന് പറയുന്നത് അത് ഏത് തരത്തിലാണ് കുറ്റമാകുന്നത്? അങ്ങനെ ഒരു അന്തരീക്ഷം ഇന്ത്യയിൽ സംജാതമായിട്ടുണ്ട്. ഇപ്പൊ അതിന്റെ ഒരു പുതിയ കാര്യമാണ് ഇപ്പൊ കേട്ടത്. റാഞ്ചിയിൽ നിന്ന്, ജാർഖണ്ഡിൽ നിന്ന് ഫാദർ സ്റ്റാൻ സ്വാമിയെ 83 വയസ്സുണ്ട്, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അദ്ദേഹം ഒരു ജസ്യൂട്ട് പുരോഹിതനാണ്. മാവോയിസ്റ്റ് ബന്ധം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ കമ്പ്യൂട്ടറിലെല്ലാം മാവോയിസ്റ്റ് സാഹിത്യമോ ലിറ്ററേച്ചറോ ഒക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പിന്നെ അതും അന്വേഷിക്കുന്ന ആരാ? NIA, നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി, രാജ്യദ്രോഹം സംബന്ധിച്ച് ഭയങ്കരമായ ഏജൻസി. ഈ ഇന്ത്യയിലെ ഈ മാവോയിസ്റ്റുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചെറിയ പ്രദേശത്തെ മാവോയിസ്റ്റുകളെ പറ്റിയാണ് ഈ അന്വേഷിക്കുന്ന ഇത്രയും വലിയ ഏജൻസി. ഈ ലിറ്ററേച്ചറോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളോ 83 വയസ്സുള്ള ഒരു വൈദികൻ കൈവശം വെച്ചുവെങ്കിൽ, കൈവശം വെക്കുമല്ല, അദ്ദേഹത്തിന്റെ കമ്പ്യൂട്ടറിൽ നിന്ന് അത് മാൽവെയർ മൂലം കിട്ടിയെന്നാണ് അദ്ദേഹം പറയുന്നത്. അതെന്തായാലും അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങള് അതിനെ അങ്ങോട്ട് പെരുപ്പിച്ചിട്ട് രാജ്യദ്രോഹമായിട്ട് അങ്ങോട്ട് കണക്കാക്കുക, അത് ശരിയാണോ? ഇങ്ങനെയാണോ ഒരു രാജ്യം മുന്നോട്ട് പോകേണ്ടത്? അഭിപ്രായ സ്വാതന്ത്ര്യത്തിനൊന്നും യാതൊരു വിലയും അവിടെ ഇല്ലേ? അതോ എല്ലാവരും സർക്കാർ പറയുന്നതും BJP RSS പറയുന്നത് അതിനെതിരായിട്ട് ആരെങ്കിലും പറഞ്ഞാൽ അവരെല്ലാം രാജ്യദ്രോഹികളായി തീരുവോ? ഇന്നിപ്പോ നമുക്ക് കാണുന്ന ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാവുന്ന രണ്ട് കാര്യങ്ങളാണ് ഒരാളെ കൊടുക്കണമെങ്കിൽ. ഒന്ന്, അവൻ ജിഹാദിയാണെന്ന് പറയാം മുസ്ലിം ആണെങ്കിൽ. അല്ലെങ്കിൽ പിന്നെ ക്രിസ്ത്യാനിയാണെങ്കിൽ പറയാം അവൻ മതപരിവർത്തനത്തിന് ശ്രമിച്ചു എന്ന്. കഴിഞ്ഞ ദിവസം നമ്മൾ പാർലമെന്റിൽ കേട്ടു, കൊല്ലപ്പെട്ട ഗ്രഹാം സ്റ്റെയിൻസും അവിടെ മതപരിവർത്തനം നടത്തുകയായിരുന്നു എന്ന്. 2 കുഞ്ഞുങ്ങളെയും അയാളെയും വണ്ടിയേറിട്ട് ചുട്ടുവന്ന കാര്യമാണ്. അപ്പൊ അദ്ദേഹത്തെ പറ്റി വളരെ പഠനങ്ങൾ ഇതെല്ലാം നടത്തിയിട്ടുണ്ട്. അദ്ദേഹം കാര്യമായിട്ടുള്ള ഈ മതം മാറ്റമോ മതപരിവർത്തനമോ ഒന്നും നടത്തിയിട്ടില്ല എന്നാണ് പറയുന്നത്. അങ്ങനെയൊക്കെയാണ് അന്വേഷണ കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇന്നിപ്പോ ഒരു കാര്യപ്പെട്ട MP പറയുന്നതാണ്, പാർലമെന്റിൽ പറയുന്നതാണ്, അദ്ദേഹം മതപരിവർത്തനം നടത്തിയതാണ്, അതുകൊണ്ട് ഇങ്ങനെ കൊന്നതിൽ യാതൊരു തെറ്റുമില്ല എന്നാണ് സൂചന. അപ്പൊ ആ തരത്തിലേക്ക് ഇപ്പം മദർ തെരേസയെ വിളഞ്ഞ കള്ളി എന്നൊക്കെ വിളിച്ച ഒരു സംസ്കാരം, ആ ഒരു സംസ്കാരത്തിലേക്ക് നമ്മൾ പോയിട്ടുണ്ട്. നമുക്കിഷ്ടമില്ലാത്തൊരു രാജ്യദ്രോഹി, രാജ്യത്തിനെതിരായി പ്രവർത്തിക്കുന്നവൻ, അല്ലെങ്കിൽ ആ രീതിയിലൊക്കെ. അപ്പൊ ആ ഒരു അവസ്ഥ സങ്കടകരമാണ്. ഇന്ത്യയിൽ ഇങ്ങനെ ഒരു കാലത്തിലേക്ക് നമ്മൾ പോകുന്നു. നമ്മുടെ അഭിപ്രായങ്ങളും നമ്മുടെ സ്വാതന്ത്ര്യങ്ങളും ഇല്ലാതാകുന്നു. ഇനി ഈ ഇന്നലെ വരെ പ്രധാനമന്ത്രിയെയും പ്രസിഡന്റിനെയും ഒക്കെ പച്ചയ്ക്ക് ചീത്ത പറഞ്ഞ ആളുകള് ഇന്ന് പ്രധാനമന്ത്രിക്കെതിരെയോ അല്ലെങ്കിൽ അധികാരികൾക്കെതിരെയോ എന്തെങ്കിലും മിണ്ടിയാൽ ഉടനെ തല്ലാൻ വരും എന്ന് പറഞ്ഞാൽ ആ കാലം മാറിയിരിക്കുന്നു. അവർക്കെതിരെ ഒന്നും പറയാൻ പാടില്ല. അത് ശരിയാണോ എന്ന് ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട്. RSSകാർക്കും BJPക്കാർക്കും ഭരണത്തിലിരിക്കുന്നവർക്കും ഒക്കെ ഇത് ചിന്തിക്കാവുന്ന ഒരു കാര്യമാണ്. ഇങ്ങനെ ഒരു രാജ്യമാണോ നിങ്ങൾക്ക് വേണ്ടത്? ഈ ആരുടെ സ്വാതന്ത്ര്യമാണ് എടുത്തു കളയുന്നത്? ഇന്ത്യക്കാരന്റെ സ്വാതന്ത്ര്യമാണ്. അവന്റെ ജാതിയോ മതമോ അല്ല പ്രശ്നം, ഇന്ത്യക്കാരന്റെ സ്വാതന്ത്ര്യം.
ഈ സ്വാതന്ത്ര്യമൊക്കെ കൂടി അനുഭവിക്കാൻ വേണ്ടിയാണ് നമ്മുടെ ഒരു രാജ്യം ഉണ്ടായത്. ആ രാജ്യത്തിൽ സ്വാതന്ത്ര്യം ഇല്ലെങ്കിൽ പിന്നെ എന്ത് 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 കാര്യം? ഇനി ഇതിന്റെ കൂടെ തന്നെ വായിക്കേണ്ട ഒരു കാര്യമാണ് ഈ പിന്നെ വിദേശങ്ങളിൽ നിന്നുള്ള സംഭാവന എല്ലാം കാര്യമായിട്ട് അങ്ങ് നിർത്തലാക്കി. അതില് ഈ വിദേശ സംഭാവനകൾ മിസ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട് എന്ന് പലപ്പോഴും ആരോപണം ഉണ്ടാകാറുണ്ട്. ഈ ചില അനാഥാലയങ്ങളൊക്കെ ചെറിയ രീതിയിൽ നടത്തും, എന്നിട്ട് വിദേശത്തുനിന്ന് പടമൊക്കെ കാണിച്ച് അവിടുന്ന് നല്ല രീതിയിൽ പൈസ ഇങ്ങോട്ട് മേടിച്ചിട്ട് അത് ഈ സംഘാടകർ തന്നെ തട്ടിയെടുക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. പക്ഷേ നല്ല നിലയിൽ നടത്തുന്ന സ്ഥാപനങ്ങൾ, ഇപ്പം കമ്പാഷൻ ഇന്റർനാഷണൽ, അത് ഏതാണ്ട് 1.5 ലക്ഷത്തോളം പിന്നെ കുട്ടികൾക്ക് അനാഥാലയങ്ങളിൽ സേവനമനുഷ്ഠിച്ചുകൊണ്ടിരുന്ന സംഘടനയാണ്. അത് അമേരിക്കയിൽ നിന്നാണ് അതിനുള്ള പൈസ എല്ലാം പോയിക്കൊണ്ടിരുന്നത്. അത് ഒറ്റയടിക്ക് അങ്ങ് നിർത്തി കളഞ്ഞു. അപ്പൊ ആ 1.5 ലക്ഷത്തോളം കുട്ടികൾ അവർക്ക് സംരക്ഷണമോ അല്ലെങ്കിൽ പിന്നെ മറ്റൊരു വിധത്തിലുള്ള പിന്നെ സഹായമോ ലഭിക്കാതെ അവരുടെ വീടുകളിലേക്കോ അല്ലെ മറ്റു കാര്യങ്ങളിലേക്കോ പോകേണ്ട ഒരു സ്ഥിതി വന്നു. അപ്പൊ ഇങ്ങനെയുള്ള ഈ ബ്ലാങ്കറ്റ് ബാൻ ഒക്കെ കൊണ്ട് സർക്കാർ എന്താണ് നേടാൻ പോകുന്നത്? ഈ ആളുകളെ പിന്നെ പിന്നെ ഈ മറ്റാരും ഇങ്ങോട്ട് വരണ്ട, മറ്റാരും ഒന്നും ചെയ്യേണ്ടതില്ല, ഞങ്ങള് പിന്നെ എല്ലാം ചെയ്തോളാം എന്ന് പറഞ്ഞാല് അത് എത്ര കണ്ട് ശരിയാകും, എത്ര കണ്ട് പിന്നെ നമ്മുടെ ഭാവിയിലേക്ക് അത് നല്ലതായിരിക്കും എന്നുള്ളത് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ഇപ്പൊ പിന്നെ മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള സഹായങ്ങൾ നമുക്കറിയാം. പണ്ട് കാലത്ത് ഈ അമേരിക്കയിൽ നിന്ന് പാൽപ്പൊടിയും ഗോതമ്പൊക്കെ തന്നിരുന്ന PL480 ആ നിയമം ഉണ്ടായിരുന്നു. ആ നിയമം വെച്ച് സഹായങ്ങൾ തരുമായിരുന്നു. അന്നത് ഉപകാരപ്രദമായിരുന്നു. ഇന്നിപ്പോ നമുക്ക് അതിന്റെ ആവശ്യമില്ല. നമ്മളതിന്ന് ഈ വിദേശ സഹായങ്ങള് വാജ്പേയി ഗവൺമെന്റ് വന്നപ്പോൾ നിർത്തുകയും ചെയ്തു. അതിന് പ്രധാന കാരണം പറഞ്ഞത്, ഈ ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു നിയമം ഉണ്ടാക്കുമ്പം ഇവര് പറയുമ്പോൾ ഞങ്ങളത് നിർത്താൻ പോകുന്നു. അപ്പൊ അതൊരു പ്രചാരണ ആയുധമായിട്ട് എടുക്കുന്നു വിദേശ രാജ്യങ്ങള്. അതുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് നിർത്തലാക്കി. പിന്നെ ആ വിദേശങ്ങളിൽ നിന്ന് സർക്കാർ നേരിട്ട് സഹായം സ്വീകരിക്കില്ല, വേറെ ഏതെങ്കിലും സംഘടനകൾ വഴി വേണമെങ്കിൽ സഹായം ചെയ്യാം എന്നുള്ളൊരു നിലപാടെടുത്തത്. അത് വളരെ നല്ലതുമായിരുന്നു. പക്ഷേ നമ്മള് അതേസമയം തന്നെ ഈ മറ്റുള്ളവരുടെ സഹായമൊന്നും വേണ്ടെന്ന് പറയുന്ന അതേ ആളുകൾ തന്നെയാണ് അമേരിക്കയിൽ H1 വിസയ്ക്ക് തടസ്സം വന്നാല്, പിന്നെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാല്, നിയന്ത്രണങ്ങൾ വന്നാൽ ഇന്ത്യയിൽ അന്നേരം ബഹളമായി. അത് പിന്നെ അത് കൂടുതലും H1 വിസ കിട്ടുന്നത് ഇന്ത്യക്കാർക്കാണ്. അപ്പൊ ഇന്ത്യക്കാർക്കെതിരെയുള്ള ഒരു നിലപാടാണ് അതെന്നുള്ള നിലയിലാണ് നമ്മൾ കാണുന്നത്. അപ്പം ഒരു ഭാഗത്ത് നമുക്ക് അമേരിക്ക പോലുള്ള വെസ്റ്റേൺ കൺട്രീസ് വേണം, പക്ഷെ മറുഭാഗത്ത് അവരെയൊന്നും വേണ്ട, അവരെയൊക്കെ അവഗണിക്കണം. അപ്പൊ ഇതെല്ലാം ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. ഇങ്ങനെ നമ്മൾ ബ്ലാങ്കറ്റായിട്ട് പിന്നെ ഒരാളെ രാജ്യദ്രോഹിയെന്നും പിന്നെ ഒരാളുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കുകയൊക്കെ ചെയ്യുമ്പോൾ അത് മൊത്തം രാജ്യത്തിന് ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ, ഇന്നത്തേത് മാത്രമല്ല ഭാവിയിലേക്ക് ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ തീർച്ചയായിട്ടും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഇത് പറയുമ്പോൾ ഞാൻ ഓർക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ പിന്നെ ഒരു പാകിസ്ഥാനി യുവതിയാണ്. പാകിസ്ഥാനി ഇവിടെ MIT-യിൽ പിന്നെ ബോസ്റ്റണിൽ MIT-യിൽ പഠിച്ചതാണ്. അവരെ അഫ്ഗാനിസ്ഥാനിൽ എങ്ങാണ്ട് ആഫിയ സിദ്ദിഖി, ഡോട്ടർ ഓഫ് പാകിസ്ഥാൻ എന്നാണ് അവരെ പറ്റി പറയുന്നത്. അവരെ അഫ്ഗാനിസ്ഥാനിൽ എന്തോ ആ സമയത്ത് പോയിരുന്നു, ഈ 9/11 കഴിഞ്ഞതിന് ശേഷം. അവിടെ വെച്ച് എന്തോ പോലീസ് ഇവരുടെ അമേരിക്കൻ പോലീസൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു, പട്ടാളം, പരിശോധിക്കുമ്പോൾ ഇവരുടെ ബാഗില് ഒരു ന്യൂയോർക്ക് സിറ്റിയുടെ സബ്വേയുടെ ഒരു മാപ്പ് കിടക്കുന്നു. സാമാന്യ നിലയിൽ ഇവിടെ ഒരു മാപ്പ് നമ്മുടെ മിക്കവരുടെ എല്ലാം കയ്യിൽ കാണും, എതിലൂടെ പോകണം, എങ്ങനെ പോകണം എന്നുള്ളത്. അപ്പൊ അതിന്റെ പേരിലാണ് അവർ അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. അപ്പൊ അത് ഇവിടെ അട്ടിമറിക്കൊക്കെ ഉള്ള ശ്രമത്തിന് വേണ്ടിയിട്ടുള്ള അതിന് എത്രമാത്രം സത്യമുണ്ടായില്ല എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എങ്ങനെയായാലും ഇവർ അറസ്റ്റിലായി. പിന്നീട് അവർ ദീർഘകാലം ജയിലിലാണ്. പിന്നെ അതിന്റെ ഇടയ്ക്ക് അവര് ഈ CBI FBI-യുടെ ഓഫീസിൽ വെച്ച് അവിടുത്തെ തോക്കെടുത്ത് അവിടുത്തെ ഓഫീസറെ വെടിവെക്കാനായിട്ട് ഒരുങ്ങിയെന്നാണ് പറയുന്നത്. അപ്പം അവര് തിരിച്ചു വെടിവെച്ചു, രക്തം വാർന്ന് അങ്ങനെ ഗുരുതരാവസ്ഥയിൽ അവരെ അമേരിക്കയ്ക്ക് കൊണ്ടുവന്നു. ഇവിടെ വന്നവരെ ജീവപര്യന്തം ശിക്ഷിച്ചു. ഇവിടെ ഇപ്പം ഇവിടെ ജയിലിലാണ്, ന്യൂയോർക്കിൽ ശിക്ഷിക്കപ്പെട്ടു. അപ്പൊ ആ സംഭവത്തില് കയ്യിലൊരു ന്യൂയോർക്ക് സബ്വേയുടെ ഒരു മാപ്പ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അവരുടെ ഭാഗത്തുണ്ടായിരുന്ന തെറ്റ്. അപ്പൊ അതിന് പിന്നിൽ ഒരുപക്ഷെ ഇവരും ആ ഭീകരപ്രവർത്തനവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടവരായിരിക്കാം, അല്ലാതെ ഇവരെ അറസ്റ്റ് ചെയ്യില്ല എന്ന് നമുക്ക് കരുതാം. എങ്ങനെയായാലും ആ സംഭവത്തിന് ശേഷം ഞാനൊക്കെ ന്യൂയോർക്ക് സിറ്റിയിലേക്കൊക്കെ പോകുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും 9/11-ആയിട്ടൊക്കെ ബന്ധപ്പെട്ട രേഖകളൊന്നും നമ്മുടെ ബാഗിൽ ഇല്ലാതിരിക്കാൻ ശ്രദ്ധിക്കുമായിരുന്നു. കാരണം എവിടെയെങ്കിലും പോലീസ് പിടിച്ചു നോക്കി ഇതെന്താ പത്രക്കാരനാ, നമ്മുടെ കയ്യിൽ ഇതൊക്കെ കാണും, ക്യാമറ കാണും, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള രേഖകളൊക്കെ കാണും എന്നൊക്കെ പറഞ്ഞ് പിന്നെ വിശദീകരിക്കാനും. ഇപ്പം നല്ല പോലീസ് ആണെങ്കിൽ അതൊക്കെ നമ്മൾ പറയുന്നത് കേൾക്കും, അല്ല നമ്മളെ ഉപദ്രവിക്കണമെന്നുള്ളവരാണെങ്കിലോ അവരത് കേൾക്കുകയുമില്ല. അപ്പൊ ആ ഒരു അവസ്ഥ ഇന്ത്യയിലുണ്ട്. ഈ ആരെയെങ്കിലും അങ്ങോട്ട് ചാർജ് ചെയ്യുക. ഇപ്പൊ 83 വയസ്സുള്ള ആളുടെ കമ്പ്യൂട്ടറിൽ മാവോയിസ്റ്റ് ലിറ്ററേച്ചർ കണ്ടു എന്ന് പറഞ്ഞാൽ
അതൊരു വലിയ കാര്യമാണോ? മാവോയിസ്റ്റ് ലിറ്ററേച്ചർ അങ്ങനെ പല പല ലിറ്ററേച്ചർ നമ്മൾ വായിക്കാറുണ്ട്. അല്ലെങ്കിൽ അത് എന്തുകൊണ്ട് ഉണ്ടായെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അദ്ദേഹം ജസ്യൂട്ട് പുരോഹിതനുമാണ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങള്, പിന്നെ അതുപോലെ തന്നെ കവികളെയും കലാകാരന്മാരെയും ഒക്കെ പ്രായമുള്ളവരെയും ഒക്കെ പിടിച്ച് ജയിലിലിടുക, അവര് അഭിപ്രായം പറഞ്ഞു, ആ അഭിപ്രായം പറഞ്ഞ അല്ലെങ്കിൽ മാവോയിസ്റ്റുകളെ പിന്നെ സപ്പോർട്ട് ചെയ്തു, ഇതൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ ഒരു കുറ്റമാണോ? നമ്മൾ ആയുധമെടുത്തോ അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാത്തടത്തോളം കാലം ഇതൊന്നും ഒരു കുറ്റമായിട്ട് ഒരു ജനാധിപത്യ രാജ്യത്തിൽ കണക്കാക്കാൻ പാടില്ല. പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ തുറന്നു പറയാൻ നമ്മുടെ രാജ്യത്ത് ആർക്കും ഇപ്പം ധൈര്യമില്ല. എല്ലാവർക്കും പേടിയാണ്. ഈ കോടതി അടക്കം നമുക്കറിയാം, ഇന്ന് ഈ കോടതിയിൽ നിന്നൊക്കെ വരാൻ പോകുന്ന വിധികളെ പറ്റി പോലും നമുക്കൊരു മുൻകൂർ ധാരണയുണ്ട്. ആ ഒരു അവസ്ഥയാണ് ഇപ്പം ഇന്ത്യയിലുള്ളത്. ആ ഒരു അവസ്ഥ മാറേണ്ടതുണ്ട്. ഒരു ജനാധിപത്യ രാജ്യം അങ്ങനെയല്ല വേണ്ടത്. ജനങ്ങൾക്ക് ചിന്തിക്കാനും സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാനും സ്വതന്ത്രമായിട്ട് അഭിപ്രായം പറയാനുമുള്ള സംവിധാനമാണ് തീർച്ചയായിട്ടും ഉണ്ടാകേണ്ടത്. Spectrum Auto Sales. One-stop shop exceeding perfection. Brand names, brand value, brands of the world. Spectrum Auto Sales. Guaranteed credit approvals. Large selection of pre-owned vehicles. All brands and makes. www.spectrumautosols.com. Visit our 11,000 square feet facility at 175 South Route 303, West Nyack, New York 1-845-348-7777. ഇനി ഇതിന്റെ കൂടെ നമ്മൾ അമേരിക്കയിൽ നടക്കുന്ന ഇപ്പോഴത്തെ ഒരു തമാശക്കാര്യമല്ല, ഒരു കാര്യപ്പെട്ട കാര്യത്തെപ്പറ്റി കൂടി. അത് ഇന്നാണ് പിന്നെ അത് സംബന്ധിച്ച് സ്പീക്കർ നാൻസി പെലോസി ആ നിയമത്തിന്റെ വശത്തെ പറ്റി പറയുന്നത്. അതായത് ഈ അമേരിക്കയിലെ പ്രസിഡന്റ് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ, ഓഫ് കോഴ്സ് മരിച്ചു കഴിഞ്ഞാൽ അടുത്ത ഇമ്മീഡിയറ്റ്ലി പിന്നെ വൈസ് പ്രസിഡന്റ് സ്ഥാനമേൽക്കുന്നു. ഇനി വൈസ് പ്രസിഡന്റിനും കൂടി എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്ഥാനം സ്പീക്കർക്കാണ്. അതിനുശേഷം നാലാമത്തെ സ്ഥാനം പിന്നെ ഈ സെനറ്റിലെ പ്രസിഡന്റ് പ്രോ ടെമ്പോർ എന്ന് പറഞ്ഞ, അതായത് വൈസ് പ്രസിഡന്റ് ആണ് എപ്പോഴും സെനറ്റിന്റെ അധ്യക്ഷൻ. പക്ഷെ അദ്ദേഹം അവിടെ ഇല്ലെങ്കിൽ അവിടുത്തെ ചാർജ് എടുക്കുന്ന ആളാണ് പ്രസിഡന്റ് പ്രോ ടെമ്പോ. അപ്പൊ അദ്ദേഹം ആണ് പിന്നെ നാലാം സ്ഥാനത്ത് വരുന്നത്. പിന്നീട് സ്റ്റേറ്റ് സെക്രട്ടറി, അങ്ങനെ സെക്രട്ടറിമാര്. അപ്പോ ഈ പുതിയ നിയമം, ഈ ഭരണഘടനയുടെ 25-ാം വകുപ്പ്, അതിലാണ് ഇക്കാര്യത്തെ പറ്റിയൊക്കെ പറയുന്നത്. ആ 25-ാം വകുപ്പ് പ്രകാരം പ്രസിഡന്റിന് എന്തെങ്കിലും സംഭവിച്ചാൽ ഇമ്മീഡിയറ്റ്ലി പിന്നെ വൈസ് പ്രസിഡന്റ് ആവുന്നു. അപ്പോ ഈ കെന്നഡിയുടെ മരണത്തിന് ശേഷമാണ് ആ ഭരണഘടനയുടെ ഭേദഗതി കൃത്യമായിട്ട് അതിനൊരു നടപടിക്രമം എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നതിനെ പറ്റി ഒരു നടപടിക്രമം ഉണ്ടായത്. അത് 1967 ആ ഭരണഘടനയുടെ ആ ഭേദഗതി പാസ്സാക്കി 25-ാം ഭേദഗതിയിലാണ് ഇക്കാര്യങ്ങളെല്ലാം പറയുന്നത്. ഇപ്പൊ നാൻസി പെലോസി പുതിയൊരു നിയമം, ഈ 25-ാം വകുപ്പിന് ചില ഭേദഗതികളിലൂടെയാണ് അവരിപ്പം കൊണ്ടുവരാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അത് പ്രധാനമായിട്ട് ഒരു പ്രസിഡൻഷ്യൽ കമ്മീഷൻ വെക്കുക. പ്രസിഡന്റിന്റെ ആരോഗ്യത്തെ പറ്റി, അല്ലെ പ്രസിഡന്റിന് പ്രവർത്തിക്കാൻ കഴിയാത്ത ഒരു സ്ഥിതി ഉണ്ടോ എന്ന് അന്വേഷിക്കാൻ വേണ്ടി ഒരു കമ്മീഷനെ വെക്കുക. ഏതാണ്ട് ഒരു 17 പേരെ അടങ്ങിയ ഒരു കമ്മീഷൻ, 4 ഡോക്ടർമാര്, 4 സൈക്യാട്രിസ്റ്റുകൾ, അങ്ങനെ വിദഗ്ധരുടെ ഒരു സംഘം. അപ്പൊ അതിന്റെ കാരണമായിട്ട് അവർ പറയുന്നത്, ഇപ്പൊ പ്രസിഡന്റ് ഇന്നിപ്പം കോവിഡ് ഒക്കെ ഉള്ള കാലമാണ്, പ്രസിഡന്റ് പെട്ടെന്ന് കോവിഡ് ബാധിച്ചു, വെന്റിലേറ്റർ ആയിപ്പോയാൽ എന്ത് സംഭവിക്കും? എന്നാലും ഈ പ്രസിഡന്റ് അധികാരം തൽക്കാലത്തേക്ക് ഒഴിഞ്ഞുകൊടുത്താൽ വൈസ് പ്രസിഡന്റ് ആകാം. നേരെ മറിച്ച് ഇതൊന്നും ചെയ്യാതെ പെട്ടെന്നങ്ങ് വെന്റിലേറ്ററിലാവുന്നു. അപ്പോൾ എന്ത് ചെയ്യും? മരിച്ചു കഴിഞ്ഞാൽ വൈസ് പ്രസിഡന്റ് അധികാരം ഏറ്റെടുക്കാം. പക്ഷെ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ എന്ത് ചെയ്യും? അപ്പൊ അതാണ് അവർ ചോദിക്കുന്നത്. പെട്ടെന്ന് അല്ലെങ്കിൽ പ്രസിഡന്റിന് പ്രവർത്തിക്കാൻ കഴിയാതെ വരുന്നു. ഉദാഹരണത്തിന് അതിനിപ്പോ അവർ പറയുന്ന ഒരു കാര്യം, ഇപ്പം തന്നെ പ്രസിഡന്റ് ട്രംപ് ഡെക്സാമെത്തസോൺ എന്ന് പറഞ്ഞ ഒരു സ്റ്റെറോയിഡ് ഉപയോഗിക്കുകയുണ്ടായി കോവിഡ് വന്നപ്പോൾ. അപ്പൊ ആ സ്റ്റെറോയിഡിന് ദോഷഫലങ്ങളുണ്ട്. അത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബുദ്ധിയൊക്കെ ശരിയായ രീതിയിലല്ല പ്രവർത്തിക്കുക എന്നാണ്. പലതരം മരുന്നുകളൊക്കെ കഴിച്ചാൽ ശരിയായ രീതിയിലല്ല പ്രവർത്തിക്കുക എന്നാണ് പറയുന്നത്. അപ്പൊ അതൊക്കെ വ്യംഗ്യമായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സാഹചര്യം, പ്രസിഡന്റിന് പ്രവർത്തിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ടോ എന്ന് വിലയിരുത്തുക, അതാണ് ഈ കമ്മീഷൻ ചെയ്യേണ്ടത്. അപ്പോൾ പ്രസിഡന്റിനേക്കാൾ വലിയൊരു കമ്മീഷൻ പ്രസിഡന്റിന്റെ ആരോഗ്യവും മാനസിക സ്ഥിതിയും ഒക്കെ നിശ്ചയിക്കുന്ന ഒരു കമ്മീഷൻ വരിക എന്ന് പറഞ്ഞാൽ, അപ്പൊ അതേതായാലും ഒരു ക്രേസി
പിന്നെ ക്രേസി നാൻസി പിന്നെ യുടെ പരിപാടിയാണെന്ന് പ്രസിഡന്റ് അന്നേരം തന്നെ വിശേഷിപ്പിക്കുകയും ചെയ്തു. അപ്പൊ അവര് ഈ ചട്ടത്തിൽ പറയുന്നത് ഈ പ്രസിഡന്റ് പ്രവർത്തിക്കാൻ കഴിവില്ലാത്ത ആളാണ്, അദ്ദേഹത്തിന് പിന്നെ പ്രവർത്തിക്കാൻ മാനസികമായിട്ടോ അല്ലെ ശാരീരികമായിട്ടോ പറ്റാത്ത അവസ്ഥയിലാണെന്ന് വന്നാൽ അത് വൈസ് പ്രസിഡന്റും ക്യാബിനറ്റ് അംഗങ്ങളും കൂടി പിന്നെ അവര് തീരുമാനിക്കുക ഇവര് ഇങ്ങനെയാണ് സ്ഥിതി. എന്നിട്ട് ആ റിപ്പോർട്ട് കോൺഗ്രസിന് കൊടുക്കുക. കോൺഗ്രസിലെ ലോവർ ഹൗസിലും സെനറ്റിലും അത് 4/3 ഭൂരിപക്ഷത്തിന് പാസ്സാകുകയാണെങ്കിൽ പ്രസിഡന്റിന്റെ അധികാരം വൈസ് പ്രസിഡന്റിന് കൊടുക്കാം. അങ്ങനെയാണ് ഒരു നിർദ്ദേശം. അപ്പോൾ പ്രസിഡന്റിനെ ഇങ്ങനെ ഇനി അതല്ലെങ്കിൽ പിന്നെ ഹൗസിന് തന്നെ അന്വേഷിക്കാനായിട്ട് തീരുമാനിക്കാം, ഇങ്ങനെ പ്രസിഡന്റിന് പ്രവർത്തിക്കാൻ കഴിവ് പിന്നെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന്. അപ്പൊ അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ 17 അംഗ കമ്മീഷനെ നിയമിക്കുന്നത്. അപ്പം ഇതിനെ പ്രസിഡന്റ് ട്രംപ് പറഞ്ഞത് ഈ നിയമം പ്രസിഡന്റ് ട്രംപിന് ഏതായാലും ബാധകമാകില്ല എന്ന് പറയുന്നുമുണ്ട്. കാരണം ഇനിയിപ്പം ഏതാനും ദിവസങ്ങളേ ഉള്ളൂ ഈ പിന്നെ ഇലക്ഷൻ കഴിയുന്നതിന്. അതിനുശേഷമുള്ള ഭാവിയിലേക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവരുന്നു എന്നാണ് അവർ പറയുന്നത്. അപ്പൊ അതിലെ തമാശ, പ്രസിഡന്റ് പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഇത് എന്നെ ഒന്നും ഉദ്ദേശിച്ചല്ല, ഇത് ബൈഡനെ ഉദ്ദേശിച്ചാണ് ഇത് ചെയ്യുന്നത്. കാരണം ബൈഡന് 78 വയസ്സുണ്ട്. ഇത് കമലാ ഹാരിസിനെ സഹായിക്കാൻ വേണ്ടിയാണ്. ബൈഡന് പ്രവർത്തിക്കാൻ കഴിയാതെയോ അല്ലെങ്കിൽ ഇത്രയും പ്രായമുള്ള ആൾ എന്തെങ്കിലും അസുഖം വരികയോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഇൻകപ്പാസിറ്റേറ്റഡ് ആവുകയോ ചെയ്താൽ ഇവർക്കൊരു കമ്മീഷനെ വെച്ച് അന്വേഷിച്ച് അധികാരം അടുത്ത ആൾക്ക് കൈമാറാൻ പറ്റും. അത് പിന്നെ കമലാ ഹാരിസിന് ഗുണപ്രദമായിട്ടുള്ള കാര്യമാണെന്നാണ് പ്രസിഡന്റ് ആക്ഷേപിക്കുന്നത്. എന്തായാലും ആ നിയമം ഇതിനെപ്പറ്റി തകർപ്പൻ ചർച്ചകൾ ഇപ്പം നടക്കുന്നുണ്ട്. ഭാവിയിലേക്കാണെങ്കിലും ഈ പ്രസിഡന്റിന്റെ തലയ്ക്ക് മുകളിൽ ഒരു ഡെമോക്രസിന്റെ വാർഡ് പോലെ ഇങ്ങനെ ഒരു കമ്മീഷൻ വരിക എന്ന് പറഞ്ഞാൽ പ്രസിഡന്റിന്റെ അധികാരത്തിന് തന്നെ അതൊരു പിന്നെ ഒരു കുറവ് വരുന്ന ഒരു സ്ഥിതിയാണ്. കാരണം പ്രസിഡന്റുമാരൊന്നും അങ്ങനെ രോഗാവസ്ഥ വന്ന് അബോധാവസ്ഥയിലാവുന്ന ഒരു സ്ഥിതിയൊന്നും സാധാരണ ഉണ്ടാവാറില്ല. ഇനി ഉണ്ടായാൽ തന്നെ ഇമ്മീഡിയറ്റ്ലി വൈസ് പ്രസിഡന്റ് അധികാരമേക്കാവുന്നേ ഉള്ളൂ. അങ്ങനത്തെ ഒരു സ്ഥിതി വന്നാൽ പിന്നെ പ്രസിഡന്റിന് ഇങ്ങനെ സ്ഥിതിയാണ് എന്ന് വരുത്തി അന്വേഷിച്ച് കണ്ടുപിടിച്ച് ആ ഒരവസ്ഥ കൊണ്ടിരുന്ന ഒരു സ്ഥിതി അങ്ങനെയൊക്കെ അമേരിക്കയിൽ വരാമോ എന്നുള്ളത് ആലോചിക്കേണ്ട കാര്യമാണ്. എന്തായാലും ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ ഇപ്പോൾ ചിന്തിക്കപ്പെടുന്നു എന്നത് തന്നെയാണ് ഒരു പുതുമ. ട്രംപിന്റെ കാലത്ത് തന്നെ അദ്ദേഹത്തിന് കോവിഡ് ബാധിച്ചാണ് ഇപ്പം പെട്ടെന്ന് ഇങ്ങനെ ഒരു കാര്യം ചിന്തിക്കുന്നതിനെ പറ്റി പിന്നെ സ്പീക്കറെ പ്രേരിപ്പിച്ചത്. അത് ഭാവിയിൽ പ്രയോജനപ്പെടുമായിരിക്കാം, ആർക്കെങ്കിലും ഒക്കെ പ്രയോജനപ്പെടുമായിരിക്കാം. അല്ലെങ്കിൽ ഭാവിയിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാവുകയോ ഒക്കെ ചെയ്താൽ അതിന് മുൻകൂട്ടിയുള്ള ഒരു മുൻകൂർ ജാമ്യം എടുക്കലാണ്, ഇന്നതൊക്കെ ചെയ്യണം, ഇന്ന രീതിയിൽ പോകണം. അപ്പൊ ഇമ്മീഡിയറ്റ്ലി പ്രായമുള്ള പ്രസിഡന്റുമാരൊക്കെ ഉണ്ടാകുമ്പോൾ ഈ നിയമത്തിന് ചിലപ്പം വലിയ പ്രസക്തി വരാനും സാധ്യതയുണ്ട്. എന്തായാലും ഇതിന്റെ രാഷ്ട്രീയ കളി നമുക്ക് കാത്തിരുന്ന് കാണാം, എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്. ഈ ഇലക്ഷൻ സംബന്ധിച്ച് നമുക്കറിയാം, നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ അതിശക്തമായ വാദപ്രതിവാദങ്ങൾ നടക്കുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുക, ഒരു ആരോഗ്യപരമല്ലാത്ത മത്സരം പോലും നടക്കുന്നുണ്ട്. പിന്നെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ചീത്ത വിളിക്കുന്ന സ്ഥിതി. ഇത്രയധികമൊക്കെ വിരോധപ്പെടാൻ നമ്മൾ ഈ നാട്ടിൽ കുറച്ചൊരു പ്രായമായപ്പം വന്നതാണ്. ഇവിടുത്തെ കാര്യങ്ങൾ മുഴുവനായിട്ട് പോലും നമുക്ക് അറിയത്തില്ല. ഇവിടെ ഈ പൊളിറ്റിക്സ് പഠിക്കുന്ന ആളുകളോട് പറയുന്നതാണ്, ഈ അമേരിക്കയില് റിപ്പബ്ലിക്കനും ഡെമോക്രാറ്റും തമ്മിലുള്ള വ്യത്യാസം ഈ ട്വീഡിൽ ഡി ആൻഡ് ട്വീഡിൽ ഡം. അത് ആലീസ് ഇൻ വണ്ടർലാൻഡിലെ 2 കഥാപാത്രങ്ങളാണ്, 2 ചീട്ടുകളോ എന്തോ കഥാപാത്രങ്ങളാണ് എന്ന് പറഞ്ഞാൽ ഇവ തമ്മിൽ വലിയ വ്യത്യാസമില്ല എന്ന് പറഞ്ഞ പോലെയാണ് ഈ 2 പാർട്ടികൾ തമ്മിൽ. നമ്മൾ വിചാരിക്കും ഭയങ്കര വ്യത്യാസമാണെന്ന്. അങ്ങനെയല്ല, ഇത് തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. പിന്നെ ഉള്ളിത്തിങ് ഡെമോക്രാറ്റുകളാകുമ്പം ഈ പാവങ്ങൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ പിന്നെ കിട്ടുമായിരിക്കും, അല്ലെങ്കിൽ കൊടുക്കുമായിരിക്കും, ഇങ്ങനെ കുറേയുള്ള ആനുകൂല്യങ്ങൾ. അത് തീർച്ചയായിട്ടും പിന്നെ റിപ്പബ്ലിക്കൻസ് ആണെങ്കിലും കൊടുക്കാതിരിക്കാനൊന്നും പറ്റത്തില്ല. കാരണം ഇവിടുത്തെ ആളുകൾ പിന്നെ ഇവിടുത്തെ ഒരു സ്ഥിതിയിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരിക്കലും പിന്നെ ഇല്ലാതാക്കാൻ പറ്റത്തുമില്ല. പിന്നെ ഈ അതിർത്തിയിൽ മതിൽ നിർമ്മിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കുറച്ചുകൂടെ കടുംപിടുത്തം ശക്തിപ്പെടുത്താൻ ഉണ്ടാകും എന്നുള്ളതൊഴിച്ചാൽ ഇവ തമ്മിലൊന്നും ആത്യന്തികമായി വലിയ വ്യത്യാസങ്ങളൊന്നും ഉണ്ടാകുന്നില്ല എന്ന് മാത്രം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് നമ്മൾ തമ്മിലുള്ള ഫൈറ്റിനും വഴക്കിനും ചീത്ത പറയലിനും ഒന്നും ഇടയാക്കാൻ മാത്രം രാഷ്ട്രീയമൊന്നും നമ്മുടെ തലയിൽ കയറേണ്ട യാതൊരു കാര്യവുമില്ല. അതൊരു നമ്മുടെ നാടിന്റെ ഒരു പിന്നെ ആ വൈരാഗ്യം മനസ്ഥിതി ഇവിടെ കൊണ്ടുവരുന്നു എന്ന് മാത്രമാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അപ്പൊ അതിന് പകരം എല്ലാവരും വോട്ട് ചെയ്യാൻ, റെസ്പോൺസിബിൾ ആയിട്ട് വോട്ട് ചെയ്യാനും, അങ്ങനെ പിന്നെ ഒന്നുകിൽ ട്രംപ് അല്ലെങ്കിൽ ബൈഡൻ ആരായാലും നമുക്ക് ഗുണകരമായ കാര്യങ്ങൾ നടക്കട്ടെ എന്ന് അതിനുവേണ്ടി പ്രവർത്തിക്കാം.
അങ്ങനെയുള്ള രീതിയിലേക്ക് മുന്നേറാം. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അല്ലാതെ ഇതിന്റെ പേരിൽ ഒരു വഴക്കിനും ഒരു ഫൈറ്റിനും മുന്നോട്ട് ഇറങ്ങുന്നതിൽ ഒരർത്ഥവുമുണ്ടെന്ന് തോന്നുന്നില്ല. ഇത്രയുമാണ് ഇന്നത്തെ തരികിടയിൽ നമ്മൾ ചിന്തിക്കുന്ന 2 കാര്യങ്ങൾ പറഞ്ഞു. നാട്ടിൽ ഈ രാജ്യദ്രോഹം എന്നുള്ള വാക്ക് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതിനെ പറ്റി, പിന്നെ ഇവിടെ ഈ രാഷ്ട്രീയ കസർത്തിനെ പറ്റിയാണ്. ഇതൊക്കെ ഇവിടുത്തെ രാഷ്ട്രീയ കസർത്ത് പിന്നെ കുറെ കാലത്തേക്ക് ട്രംപ് വന്നത് മുതൽ നമ്മളിത് കാണുന്നതാണ്. ഇത് എത്ര കാലം തുടരുമെന്നാണ് ഇനി നമുക്ക് ഇപ്പം അടുത്ത നവംബർ 3 അറിയാം. അടുത്ത മാസം ഈ സമയത്തൊക്കെ ആകുമ്പം അറിയാം ഈ സർക്കസ് തുടരുമോ അതോ പുതിയ പിന്നെ മാറ്റങ്ങൾ വരുമോ എന്ന്. എന്തായാലും ഈ ഷോ കാണുന്ന എല്ലാവർക്കും നന്ദി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. editor@eMalayali.com. എല്ലാവർക്കും നമസ്കാരം. The new owner at Toyota City in Mamaroneck. Welcome to Toyota City. Hi, my name is Jerry Thomas. We welcome you to Toyota City. We are a brand new dealership located in Mamaroneck, New York. And our motto here is transparency, efficiency, and respect. Transparency. Every deal will be totally transparent. Efficiency. We've made many investments to technology, to processes here, so that our customers will never waste time, waste money. Respect. We want to respect your time. And we want to make sure that we get you in and out as fast as possible. Our service department is the largest in Westchester County. We're the only Toyota dealership in Westchester County that offers loaner cars every time you come for service. And we're here for you. Come see us. You're going to see why everyone is saying, I love this city. Spectrum Auto Sales. One-stop shop exceeding perfection. Brand names, brand value, brands of the world. Spectrum Auto Sales. Guaranteed credit approvals. Large selection of pre-owned vehicles. All brands and makes. www.spectrumautosols.com. Visit our 11,000 square feet facility at 175 South Route 303, West Nyack, New York 1-845-348-7777. Spectrum Auto Collision Center, exceeding perfection, collision and repair. Grand opening at the West Nyack facility. 20 years experience, service you can trust. Customer satisfaction is at its best. World-class auto service facility not a world away. 175 South Route 303, West Nyack, New York. Telephone number 1-845-348-7777.